കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. എൻ്റെ മാന്യ ശ്രോതാക്കൾക്ക് വിനീതമായ നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം വാർദ്ധക്യത്തിലും സന്തോഷത്തോടെ കഴിയുന്ന 11 നക്ഷത്രക്കാരുണ്ട്. വാർദ്ധക്യത്തിലും, അതായത് വയസ്സായി കഴിഞ്ഞാൽ സന്തോഷത്തോടു കൂടി കഴിയുന്ന ഒരു 11 നക്ഷത്രക്കാരുണ്ട്. അവരെ പറ്റിയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. പല നക്ഷത്രക്കാർക്കും വാർദ്ധക്യം വന്നാൽ പിന്നെ രോഗങ്ങൾ വരും, ദുരിതങ്ങൾ വരും, മനസമാധാനമില്ലായ്മയൊക്കെ വരും, ഇല്ലേ? വയസ്സായാൽ തീർച്ചയായിട്ടും പല വിധത്തിലുള്ള രോഗങ്ങൾ വന്ന് പിടികൂടും. പല രോഗങ്ങൾ ഇന്നത്തെ കാലത്ത് ഒരുവിധമുള്ള പ്രായമുള്ള ആൾക്കാർക്കൊക്കെ ഉണ്ടാവും. ചുരുങ്ങിയതൊരു 3-4 രോഗങ്ങൾ ഒരു പ്രായമുള്ളവർക്ക് കാണും. ഷുഗർ, പ്രഷർ, അതേപോലെ തന്നെ മറ്റു വേറെ എന്തെങ്കിലും ഞരമ്പ് സംബന്ധമായ അസുഖങ്ങളാ, അതേപോലെ തന്നെ കേൾവിക്കുറവാ, അല്ലെങ്കിൽ കാഴ്ച സംബന്ധമായ അസുഖങ്ങളാ, അങ്ങനെ പലതും ഈ വയസ്സാവുമ്പോൾ പലർക്കും വന്നുകൂടാ. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ വയസ്സാവുമ്പോൾ ചിലവർക്ക് ദേഷ്യം കൂടും. വയസ്സ് കൂടുന്തോറും ചിലർക്ക് ദേഷ്യ സ്വഭാവം കൂടും. എന്നാൽ ചിലവർക്ക് കുട്ടികളുടെ സ്വഭാവമായിരിക്കും, കളിയും ചിരിയൊക്കെ ആയിരിക്കും. അതായത് അവർ ബാല്യത്തിലേക്ക് തിരിച്ചു പോണ പോലെ കാണിക്കും. എന്നാൽ ചില നക്ഷത്രക്കാർ അവർ ക്രൂരന്മാരെ പോലെ ആവും. അതായത് ആര് പറഞ്ഞാലും പിന്നെ അവർക്ക് ഇഷ്ടപ്പെടില്ല. അവർ തന്നിഷ്ടക്കാരാവും, അവർ ചൂടന്മാരാവും, കലഹപ്രിയരാവും, അതേപോലെ തന്നെ മുൻചുണ്ടിക്കാരാവും. ക്ഷമ എന്ന് പറഞ്ഞാൽ അവർക്ക് ഉണ്ടാവില്ല. ഇടുത്തിയാടി കാര്യങ്ങൾ പറയും. വെട്ടൊന്ന് മുറി 2 എന്ന മട്ടിലുള്ള സംസാരങ്ങൾ. അപ്പൊ പ്രായമായി കഴിഞ്ഞാൽ പലരും പല വിധത്തിലാണ്. ഭൂരിപക്ഷം പേരും വളരെ നിരാശരും, അതേപോലെ തന്നെ ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരും ഒക്കെ ആയിരിക്കും. അവരെ സംബന്ധിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്ഷമ കിട്ടാത്തവര്, കലഹപ്രിയര് എന്നൊക്കെ. ഇവർക്കൊക്കെ ഇങ്ങനെയൊക്കെ വന്ന് സംഭവിക്കാനുള്ള സാധ്യത കൂടുതൽ. എല്ലാവരും അങ്ങനെയാണെന്ന് പറയണമെന്നില്ല കേട്ടോ. ചില ആൾക്കാർക്കാണ് അങ്ങനെ വന്ന് സംഭവിക്കാൻ പോകുന്നത്. എന്നാൽ ഞാൻ പറയുന്ന ചില 11 നക്ഷത്രക്കാരുണ്ട്. അവര് വാർദ്ധക്യത്തിൽ വളരെ സന്തോഷത്തോടെ കഴിയാൻ ആഗ്രഹിക്കുന്നവരാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാല്യത്തിലേക്കുള്ള തിരിച്ചുപോക്ക് എന്ന് പറഞ്ഞ പോലെ അവർ ചിരിച്ചും കളിച്ചും ഉല്ലാസപരമായും ഒക്കെ അവരുടെ വാർദ്ധക്യം കൊണ്ടു നടക്കും. അങ്ങനെയുള്ള നക്ഷത്രക്കാരാണ് ഒന്ന് അശ്വതി നക്ഷത്രക്കാർ. അവർക്ക് ഈ വാർദ്ധക്യം ഒരു ശാപമായിരിക്കില്ല. അതേപോലെ തന്നെ രണ്ടാമത്തെ നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർ, അതുപോലെ പുണർന്ന നക്ഷത്രക്കാർ, മകം നക്ഷത്രക്കാർ, പൂരം നക്ഷത്രക്കാർ, അത്തം, വിശാഖം, തിരുവോണം, ചതയം, പൂരുരുട്ടാതി, ഉത്രട്ടാതി, ഇങ്ങനെ വരുന്ന 11 നക്ഷത്രക്കാർ വാർദ്ധക്യത്തിലും സന്തോഷം കാണുന്നവരാണ്. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.